ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നാം ഇന്നലെ ഉണർവിൻ്റെ പ്രയോജനം എന്താണ് എന്നതിനെപ്പറ്റി അല്പം ചിന്തിക്കുവാനിടയായി. കർത്താവിന് സ്തോത്രം. ഇന്ന് ആത്മീക ഉണർവ് അത് എപ്പോൾ പ്രതീക്ഷിക്കാം എന്നതിനെപ്പറ്റി നാം ഇന്ന് അല്പമായിട്ട് ചിന്തിക്കുവാൻ വേണ്ടി പോകുന്നു. ദൈവമായ കർത്താവ് നമ്മെ അധികമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 21-ാം വാക്യം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തേണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ. യെരൂശലേം നഗരത്തിൻ്റെ നാശത്തിൽ മനമുരുകി കരയുന്ന ഇരമ്യാ പ്രവാചകന്റെ 5 ശോകഗാനങ്ങളാണ് വിലാപങ്ങളുടെ പുസ്തകം. 5-ാം അധ്യായത്തിൽ ജനത്തിന്റെ വിടുതലിന് വേണ്ടിയുള്ള പ്രവാചകന്റെ പ്രാർത്ഥനയാണ് കാണുന്നത്. ഏത് കാലഘട്ടത്തിലും ഉണർവിന്റെ പിൻപിലെ മഹാരഹസ്യം ദൈവജനത്തിന്റെ പ്രാർത്ഥന തന്നെയാണ്. എന്നാൽ ഒരു ആത്മീക ഉണർവ് എപ്പോൾ പ്രതീക്ഷിക്കാം എന്ന കാര്യം കൂടെ നാം അറിഞ്ഞിരിക്കണം. ആത്മീക ഉണർവ് ദൈവം അയക്കുന്നതിന് മുൻപേ അതിൻ്റെ ചില ലക്ഷണങ്ങൾ കാണാവുന്നതാണ്. രാജ്യത്ത് ഭീകരമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിൻപിൽ ഒരു ഉണർവ് പ്രതീക്ഷിക്കാം. ഏതെങ്കിലും രാജ്യത്ത് മതപീഠ വർദ്ധിക്കുമ്പോൾ ദൈവജനം ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കും. അത് അവരിൽ മാത്രമല്ല, പീഡിപ്പിക്കുന്ന വിഭാഗത്തെയും ദൈവിക സ്പർശനത്തിന് വിധേയമാക്കുന്നു. ദൈവം പ്രാർത്ഥിക്കുവാൻ എപ്പോഴെങ്കിലും ഒരു ഭാരം തൻ്റെ ജനത്തിൻ്റെ ഹൃദയത്തിൽ കൊടുക്കുന്നു എങ്കിൽ നിശ്ചയമായി ഒരു ഉണർവ് നമുക്ക് പ്രതീക്ഷിക്കാം. 1825 ഒനീഡ എന്ന സ്ഥലത്ത് ശക്തിയേറിയ ഒരു ആത്മീക ഉണർവുണ്ടായി. രോഗിയും ബലഹീനയുമായ ഒരു സഹോദരി നാളുകളായി ഭാരത്തോടെ നിരന്തരം പ്രാർത്ഥിച്ചതിൻ്റെ ബലമത്രേ ഈ ഉണർവ് ഉണ്ടായത്. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് അവർക്ക് വളരെ ഭാരമുണ്ടായി. അവൾ അതിദുഃഖത്തോടു കൂടെ പ്രാർത്ഥിച്ചു. ദൈവം സാധുവായ ആ സഹോദരിയെ മാനിച്ചു. ഒരു ദിവസം അവൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. കർത്താവ് പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് അവൾ പറഞ്ഞു. അവളുടെ കുടുംബത്തിൽ ഉള്ളവർ എല്ലാം രക്ഷിക്കപ്പെട്ടു. പെട്ടെന്ന് ആ അഗ്നിജ്വാല സഭയിൽ പടർന്നു. അത് രാജ്യവ്യാപകമായി തീർന്നു. ചിലപ്പോൾ ആരാധനാ മധ്യേ അപ്രതീക്ഷിതമായി ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരും. പലരും അതിൻ്റെ രഹസ്യം മനസ്സിലാക്കാറില്ല. അത് സംഭവിച്ചത് ആരുടെയോ നിരന്തരമായ പ്രാർത്ഥനയിലായിരിക്കും. നമ്മുടെ സഭയുടെ നേതൃസ്ഥാനികളും സുവിശേഷ വേലക്കാരും ആത്മീക ഉണർവിനെക്കുറിച്ച് ഭാരമുള്ളവരായി തീരുമ്പോൾ അവർ അതിനു വേണ്ടി രാപ്പകൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഒരു ഉണർവ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ സഭകൾ ഉണർവിനെ കുറിച്ചുള്ള ചിന്ത വിട്ടിട്ട് ഭൗതിക സമ്പത്തും സ്ഥാവര ജംഗമ വസ്തുക്കളും എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന ചിന്തയിൽ മാത്രം കുടുങ്ങിക്കിടക്കുകയാണ്. ഇപ്രകാരമുള്ള അധപ്പതന സമയത്താണ് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കേണ്ടത്. ദൈവജനം തമ്മിൽ തമ്മിൽ പാപങ്ങളും കുറവുകളും ഏറ്റുപറയണം. വിശ്വാസികൾ ഉണർവിനായി ത്യാഗം സഹിക്കുവാൻ സന്നദ്ധരാകണം. തങ്ങളുടെ ലൗകികമായ ചുറ്റുപാടുകളും ജോലിയും അവഗണിച്ച് ഉണർവിന് മുൻഗണന കൊടുക്കുവാൻ അവർ പഠിക്കണം. തങ്ങളുടെ സമയം ധനവും ദൈവത്തിനു വേണ്ടി ചെലവ് ചെയ്യുവാൻ തയ്യാറാകണം. ആത്മീക ഉണർവിന് വേണ്ടി ദൈവം തനിക്കിഷ്ടമുള്ള വ്യക്തിയെയോ സഭാ വിഭാഗത്തെയോ
ഉപയോഗിക്കുന്നതിനിടയിൽ പട്ടക്കാരും പാസ്റ്റേഴ്സും സഭാജനങ്ങളും സന്തോഷിക്കുവാൻ പഠിക്കണം. ആത്മീക ഉണർവിന് വേണ്ടി മാത്രമേ നല്ല കാലം നമ്മുടെ മധ്യയെ കൊണ്ടുവരുവാൻ കഴിയൂ എന്ന് നാം മനസ്സിലാക്കിയാൽ ദൈവം മഹത്വപ്പെടും. ഈ നാളുകളിൽ നമുക്കുണർവിനായി കാത്തിരിക്കാം. ദൈവം അതിനായി നമ്മെ ഒരുക്കട്ടെ. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.